കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലികൾ നേടാനുള്ള പ്രായപരിധി എത്രയാണ്? 30ഉം 40ഉം 50ഉം കഴിഞ്ഞാലും അവസരങ്ങൾ എങ്ങനെ കണ്ടെത്താം? അറിയേണ്ടതെല്ലാം. ഇന്ത്യയിൽ സർക്കാർ ജോലികൾക്ക് എപ്പോഴും വലിയ സ്ഥാനമുണ്ട്. സാമൂഹികമായ അംഗീകാരവും സുരക്ഷിതത്വവും ദീർഘകാല സ്ഥിരതയും വാഗ്ദാനം ചെയ്യുന്ന സർക്കാർ ജോലി ലക്ഷ്യമിടുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്. എന്നാൽ ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവായി ഉണ്ടാകുന്ന ഒരു വലിയ സംശയമാണ് പ്രായപരിധി, ഏജ് ലിമിറ്റ്. 25 വയസ്സിന് താഴെയുള്ള യുവ ബിരുദധാരികൾക്ക് മാത്രമാണ് സർക്കാർ ജോലികൾക്ക് അവസരമുള്ളതെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. എന്നാൽ യഥാർത്ഥം ഇതിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. 27, 30, 32, 35, 40 കൂടാതെ 50 വയസ്സ് കഴിഞ്ഞവർക്ക് പോലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലും റെയിൽവേ, ബാങ്കിംഗ് മേഖലകളിലും പ്രതിരോധ സേവനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിരവധി അവസരങ്ങളുണ്ട്. ഇന്ത്യൻ സർക്കാർ ജോലികൾക്ക് നിലവിലുള്ള പ്രായപരിധി മാനദണ്ഡങ്ങൾ, ഓരോ പ്രായപരിധിയിലുള്ളവർക്കുമുള്ള അവസരങ്ങൾ, സംവരണ വിഭാഗക്കാർക്ക് ലഭിക്കുന്ന വിപുലമായ പ്രായപരിധി ഇളവുകൾ എന്നിവ വിശദമായി നോക്കാം. പ്രായപരിധി മാനദണ്ഡങ്ങൾ. ഇന്ത്യൻ സർക്കാർ ജോലികൾക്കുള്ള പ്രായപരിധി പരീക്ഷയുടെ സ്വഭാവം, തസ്തിക, നിയമനം നടത്തുന്ന സ്ഥാപനം എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മിക്ക കേന്ദ്ര സർക്കാർ ജോലികൾക്കും അപേക്ഷിക്കാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. എന്നാൽ പൊതുവിഭാഗക്കാർക്കുള്ള ഉയർന്ന പ്രായപരിധി മിക്കവാറും തസ്തികകളിൽ 30 മുതൽ 32 വയസ്സ് വരെയാണ്. എങ്കിലും സംവരണ വിഭാഗക്കാർക്ക് ലഭിക്കുന്ന ഇളവുകൾ പരിഗണിക്കുമ്പോൾ ഈ പരിധി OBC വിഭാഗക്കാർക്ക് 35-37 വയസ്സ് വരെയും SC/ST വിഭാഗക്കാർക്ക് 40 തൊട്ട് 45 വയസ്സ് വരെയും നീളുന്നു. ഉയർന്ന തസ്തികകൾ, അക്കാദമിക് റോളുകൾ, ചില പ്രതിരോധ സേവനങ്ങൾ എന്നിവയിൽ പ്രായപരിധി 50 വയസ്സിന് മുകളിലേക്കും വ്യാപിക്കാറുണ്ട്. അതിനാൽ ഏത് പ്രായത്തിലുള്ള ഗൗരവമായ ഉദ്യോഗാർത്ഥികൾക്കും സർക്കാർ മേഖലയിൽ അവസരങ്ങൾ ലഭ്യമാണ് എന്നുള്ളതാണ് വസ്തുത. 25 വയസ്സിന് ശേഷമുള്ള സർക്കാർ ജോലി അവസരങ്ങൾ. 25 വയസ്സ് കഴിയുന്നതോടെ സർക്കാർ ജോലിക്കുള്ള വാതിലുകൾ അടയുന്നു എന്നു കരുതുന്നത് തികച്ചും തെറ്റാണ്. ഈ പ്രായപരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജോലികൾക്കായി അപേക്ഷിക്കാൻ അർഹതയുണ്ട്. UPSC, സിവിൽ സർവീസ്, SSC, CGL, IBBPS, SBI, ബാങ്കിംഗ് പരീക്ഷകൾ, RRB, റെയിൽവേ പരീക്ഷകൾ, സംസ്ഥാന PSC പരീക്ഷകൾ എന്നിവയെല്ലാം 25 വയസ്സുള്ളവർക്കും അതിനു മുകളിലുള്ളവർക്കും തുറന്നു കിടക്കുന്നു. മിക്കവാറും പരീക്ഷകളുടെ പൊതുവിഭാഗത്തിനുള്ള ഉയർന്ന പ്രായപരിധി 30 തൊട്ട് 32 വയസ്സിൽ കൂടുതലായിരിക്കും. കൂടാതെ വിഭാഗീയ ഇളവുകളോടെ ഇത് 35 തൊട്ട് 37 വയസ്സ് വരെയും നീളാൻ സാധ്യതയുണ്ട്. 27 തൊട്ട് 30 വയസ്സിലുള്ള നിർണായക ഘട്ടം. നിരവധി കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള മത്സര പരീക്ഷകളുടെ ഉയർന്ന പ്രായപരിധി 27 തൊട്ട് 30 വയസ്സായതിനാൽ ഈ ഘട്ടം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഈ പ്രായപരിധിയിൽ അപേക്ഷിക്കാവുന്ന പ്രധാന ജോലികൾ: UPSC സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക് പൊതുവിഭാഗക്കാർക്ക് 32 വയസ്സ് വരെ അപേക്ഷിക്കാം. SSC CGL പൊതുവായി 30 വയസ്സ് വരെയാണെങ്കിലും ചില തസ്തികൾക്ക് 32 വയസ്സ് വരെ ഇളവുണ്ട്. SBI, PO, IBBP, SPO, RBI ഗ്രേഡ് B പോലുള്ള ബാങ്കിംഗ് ജോലികൾക്ക് പലപ്പോഴും 30 വയസ്സ് വരെ പ്രായപരിധി അനുവദിക്കാറുണ്ട്. റെയിൽവേയിലെ സ്റ്റേഷൻ മാസ്റ്റർ, സെഷൻ എഞ്ചിനീയർ പോലുള്ള തസ്തികകൾക്ക് 32 വയസ്സ് വരെയാണ് പ്രായപരിധി. കൂടാതെ പ്രതിരോധ സേവനങ്ങളും 20കളുടെ അവസാനത്തിലും ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. 32 തൊട്ട് 35 വയസ്സ് കഴിഞ്ഞാലും അവസരങ്ങളേറെ.
32 വയസ്സ് കഴിഞ്ഞാലും നിരവധി ഉയർന്ന ജോലികൾ ഇപ്പോഴും ഉദ്യോഗാർത്ഥികളുടെ കയ്യെത്തും ദൂരത്തുണ്ട്. സംവരണ വിഭാഗക്കാർക്ക് ലഭിക്കുന്ന ഇളവുകൾ കാരണം ഈ വിഭാഗക്കാർക്ക് മിക്കവാറും തസ്തികകളിൽ 35 തൊട്ട് 37 വയസ്സ് വരെ അപേക്ഷിക്കാൻ അർഹത ലഭിക്കുന്നു. ടെറിട്ടോറിയൽ ആർമിയിൽ 42 വയസ്സ് വരെ അപേക്ഷിക്കാം. റെയിൽവേയിലെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ പോലുള്ള ജോലികൾക്ക് 42 വയസ്സ് വരെ പ്രായപരിധി നീളാം. ONGC, BHEL, NTPC, സെയിൽ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഓഫീസർ തസ്തികകളിലേക്ക് 35 തൊട്ട് 40 വയസ്സ് വരെ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. സംസ്ഥാന PSCകൾ 37 തൊട്ട് 40 വയസ്സ് വരെ ഉയർന്ന പ്രായപരിധിയുള്ള തസ്തികകൾക്കായി സ്ഥിരമായി പരീക്ഷകൾ നടത്താറുണ്ട്. മധ്യവയസ്സിൽ പോലും സർക്കാർ സർവീസിലേക്ക് പ്രവേശനം സാധ്യമാണ് എന്ന് ഈ പ്രായപരിധി സൂചിപ്പിക്കുന്നു. 40 തൊട്ട് 50 വയസ്സിന് ശേഷമുള്ള പ്രത്യേക തസ്തികകൾ. 40 വയസ്സ് കഴിഞ്ഞാലും സർക്കാർ ജോലിക്ക് അവസരങ്ങളുണ്ടെന്നത് പലരെയും അത്ഭുതപ്പെടുത്തിയേക്കാം. പതിവ് പ്രവേശന പരീക്ഷകൾ ലഭ്യമല്ലെങ്കിലും പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമുള്ള സീനിയർ തസ്തികകളും അക്കാദമിക് സ്ഥാനങ്ങളും ഈ പ്രായത്തിലുള്ളവർക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നു. ഡയറക്ടർ തലത്തിലുള്ള സംസ്ഥാന PSC തസ്തികകൾക്ക് 56 വയസ്സ് വരെ പ്രായപരിധി നീളാം. റെയിൽവേയിൽ ഉയർന്ന ഓഫീസർ തസ്തികകൾക്ക് 50 വയസ്സ് വരെ അവസരമുണ്ട്. ടെറിട്ടോറിയൽ ആർമിയിൽ 48 വയസ്സ് വരെയും അപേക്ഷിക്കാം. കോളേജുകളിലെയും ഗവേഷണ സ്ഥാപനങ്ങളിലെയും പ്രൊഫസർമാർ, ഡയറക്ടർമാർ തുടങ്ങിയ അക്കാദമിക് റോളുകൾക്ക് 60 തൊട്ട് 65 വയസ്സ് വരെ നിയമന സാധ്യതയുണ്ട്. കൂടാതെ പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ പൊതുമേഖലാ സ്ഥാപനങ്ങളും 50 വയസ്സ് വരെ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് നിയമിക്കാറുണ്ട്. 50 വയസ്സിന് ശേഷമുള്ള സുരക്ഷിത കരിയർ. 50 വയസ്സിന് ശേഷവും സർക്കാർ ജോലി കണ്ടെത്താൻ സാധിക്കും എന്നത് തികച്ചും യഥാർത്ഥമാണ്. അറിവും വൈദഗ്ധ്യവും കൊണ്ട് സംഭാവന നൽകാൻ കഴിവുള്ള പ്രൊഫഷണലുകൾക്ക് ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളും അവസരങ്ങൾ നൽകുന്നു. ശരിയായ യോഗ്യതകളുടെ 50-ൽ അധികമുള്ള വ്യക്തികൾക്ക് പൊതുമേഖലയിൽ സുരക്ഷിതവും ആദരണീയവുമായ ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ സാധിക്കും. BHEL, NTPC, ONGC, സെയിൽ പോലുള്ള മുൻനിര പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലപ്പോഴും 50 വയസ്സിന് മുകളിലുള്ള പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികൾക്കായി ഒഴിവുകൾ പ്രഖ്യാപിക്കാറുണ്ട്. IITകളിലെ പ്രൊഫസർ തസ്തികകൾക്ക് 60 വയസ്സ് വരെയും IIM ഡയറക്ടർ സ്ഥാനത്തേക്ക് 65 വയസ്സ് വരെയും പ്രായപരിധി അനുവദിച്ചിട്ടുണ്ട്. ഈ ജോലികൾ സ്ഥിരതയുള്ളവ മാത്രമല്ല, അടുത്ത തലമുറയെ നയിക്കാൻ അവസരം നൽകുന്നവ കൂടിയാണ്. സർക്കാർ ജോലികളിലെ പ്രായപരിധി ഇളവുകൾ. സംവരണ വിഭാഗക്കാർക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിൽ പ്രായപരിധി ഇളവുകൾക്ക് സുപ്രധാന പങ്കുണ്ട്. മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്ക് OBC പൊതുവെ 3 വർഷ ഇളവ് ലഭിക്കുമ്പോൾ ഇവരുടെ പരമാവധി പ്രായപരിധി ഏകദേശം 35 വയസ്സ് വരെ നീളാം. പട്ടികജാതി പട്ടികവർഗം SC/ST വിഭാഗക്കാർക്ക് 5 വർഷം ഇളവ് ലഭിക്കുകയും പ്രായപരിധി 37 വയസ്സ് വരെ എത്തുകയും ചെയ്യാം. ഭിന്നശേഷിക്കാർക്ക് PWD ലഭിക്കുന്ന ഇളവ് 10 വർഷമാണ്. ഇവർക്ക് പൊതുവായി 40 തൊട്ട് 42 വയസ്സ് വരെ അപേക്ഷിക്കാം. വിമുക്ത ഭടന്മാർക്ക് എക്സ് സർവീസ്മാൻ ലഭിക്കുന്ന ഇളവ് 3 തൊട്ട് 5 വർഷം വരെ വ്യത്യാസപ്പെടാം. ഇത് അവരുടെ സർവീസ് കാലാവധിയെ ആശ്രയിച്ചിരിക്കും. കൂടാതെ വിധവകൾക്കും വിവാഹബന്ധം വേർപ്പെടുത്തിയ സ്ത്രീകൾക്കും 7 വർഷം വരെ ഇളവ് ലഭിക്കാറുണ്ട്. ഇത് നിയമനങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ചില സന്ദർഭങ്ങളിൽ 5 വർഷം വരെ പ്രായപരിധി ഇളവ് ലഭിക്കാറുണ്ട്. ഈ ഇളവുകൾ ഓരോ പരീക്ഷയുടെയും തസ്തികയുടെയും വിജ്ഞാപനമനുസരിച്ച് ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമാണെങ്കിലും സംവരണ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ സർക്കാർ ജോലി നേടാൻ ഇത് വലിയ അവസരം നൽകുന്നു. പ്രായപരിധി ഒരു തടസ്സമല്ല. ശരിയായ യോഗ്യതയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് പ്രായത്തിലും സർക്കാർ ജോലി എന്ന ലക്ഷ്യം നേടാനാകും. സിവിൽ സർവീസ്, ബാങ്കിങ്, റെയിൽവേ പരീക്ഷകൾ 30 വയസ്സിന് മുകളിലുള്ളവർക്ക് തുറന്നു കിടക്കുന്നു. 40 തൊട്ട് 50 വയസ്സിന് ശേഷം ഡയറക്ടർ തലം, പ്രൊഫസർ തലം പോലുള്ള പ്രത്യേക തസ്തികകളുണ്ട്. ടെറിട്ടോറിയൽ ആർമിയിൽ 48 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും. ഭിന്നശേഷിക്കാർക്ക് 10 വർഷം വരെ പ്രായപരിധി ഇളവ് ലഭിക്കുന്നു. ശരിയായ യോഗ്യതയും കഠിനാധ്വാനം ഉണ്ടെങ്കിൽ ഏത് പ്രായത്തിലും സർക്കാർ ജോലി നേടാം. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.